നമസ്കാരം. ഈടി ഇരച്ചു കയറിയ പ്രസവാശുപത്രി, ആഡംബര വസതിയിൽ കുഞ്ഞിന്റെ നിലവിളികൾ. ഈടി ഇരച്ചു കയറിയ ആഡംബര വസതിയിൽ കുഞ്ഞിക്കരച്ചിലുകൾ കേട്ട ചുവരുകളിൽ ഈടിയുടെ ചോദ്യശരങ്ങൾ തുളഞ്ഞു കയറുകയായിരുന്നു. തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിലെ പ്രസവാശുപത്രി 8 മണിക്കൂർ അടഞ്ഞു കിടന്നു. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കുഞ്ഞമ്മ മത്തായിയുടെ സ്വപ്ന സ്ഥാപനം മുതൽ ആ സ്ഥലം ഇന്ന് പിണറായിയുടെ വാടക കൊട്ടാരം വരെയുള്ള കഥയുണ്ടതിനകത്ത്. തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗമായിട്ടുള്ള ബേക്കറി ജംഗ്ഷനിൽ 30 സെന്റ് ഭൂമിയിൽ തലയുയർത്തി നിൽക്കുന്ന ആ അത്യാഡംബര മന്ദിരത്തിന് പറയാൻ കഥകൾ ഒരുപാടാണ്. ഇന്ന് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന ഒരു വൻ കൊടുങ്കാറ്റിന്റെ കേന്ദ്ര ബിന്ദുവാണ് ഈ വസതി എന്ന് പറയാം. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരംകാർക്ക് ഇതൊരു വീടായിരുന്നില്ല. ആയിരക്കണക്കിന് കുരുന്നുകൾക്ക് ജന്മം നൽകിയ തലസ്ഥാനത്തെ അതിപ്രശസ്തമായിട്ടുള്ള ഒരു പ്രസവാശുപത്രിയായിരുന്നു അത്. എന്നാൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ കേന്ദ്ര അന്വേഷണ ഏജൻസിയായിട്ടുള്ള ഇഡി ഇരച്ചു കയറിയതോടെ ഏതാണ്ട് 8.5 മണിക്കൂറോളമാണ് ഈ വസതി അതീവ ഉദ്യോഗത്തിന്റെ നിഴലിൽ പൂർണ്ണമായിട്ടും അടഞ്ഞു കിടന്നത് എന്നുള്ളതാണ്. തിരുവനന്തപുരത്തെ പഴയ തലമുറയ്ക്ക് വത്സല നഴ്സിംഗ് ഹോം എന്ന പേര് സുപരിചിതമാണ്. പ്രശസ്ത ഗൈനക്കോളജിസ്റ്റായിരുന്ന ഡോക്ടർ കുഞ്ഞമ്മ മത്തായിയുടെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു ഈ സ്ഥാപനം എന്ന് പറയപ്പെടുന്നത്. അവരുടെ കാലശേഷം മകനായിട്ടുള്ള ഡോക്ടർ റോയിയാണ് ഈ ആശുപത്രി നടത്തിയിരുന്നത്. പണക്കാർക്കും VIP-കൾക്കും വേണ്ടി അന്നത്തെ കാലത്ത് അത്രമേൽ ആഡംബരത്തോടെ ഒരു 5 സ്റ്റാർ ഹോട്ടലിന് സമാനമായിട്ടുള്ള സൗകര്യങ്ങളോടുകൂടിയാണ് ഈ പ്രസവാശുപത്രി സജ്ജീകരിച്ചിരുന്നത്. അപ്പോഴും സാധാരണക്കാർക്കും ഇവിടെ മതിയായിട്ടുള്ള ചികിത്സ ലഭ്യമായിരുന്നു എന്ന് പറയപ്പെടുന്നു. കാലാന്തരത്തിൽ ഡോക്ടർ റോയിൽ നിന്നും ഈ കെട്ടിടം പ്രമുഖ ആരോഗ്യ ശൃംഖലയായിട്ടുള്ള നിംസ് മൈക്രോ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് വിലയ്ക്ക് വാങ്ങി. തുടർന്നാണ് ആ പഴയ ആശുപത്രി കെട്ടിടം അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു ആഡംബര വസതിയായി പുനർനിർമ്മിക്കപ്പെടുന്നത്. 30 സെന്റിൽ പടർന്നു കിടക്കുന്ന 4500 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു കൊട്ടാര സദൃശമായ വസതിയാണിത്. സെൻട്രൽ എയർ കണ്ടീഷണർ സംവിധാനമുള്ള 5 കിടപ്പുമുറികൾ, മനോഹരമായിട്ടുള്ള നീന്തൽക്കുളം, വൈകുന്നേരങ്ങളിൽ നടക്കാനായി പ്രത്യേകം തയ്യാറാക്കിയ വാക്കിംഗ് വേ, ഇവയെല്ലാം ഈ വസതിയുടെ ആഡംബരത്തിന്റെ തെളിവുകളാണ്. ഈ നിംസ് ഗ്രൂപ്പിൽ നിന്നാണ് മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയൻ ഈ കെട്ടിടം വാടകയ്ക്കെടുക്കുന്നത്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, കന്റോൺമെന്റ് ഹൗസ് പ്രതിപക്ഷ നേതാവിനുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ടോ ലക്ഷങ്ങൾ മുടക്കി കഴിഞ്ഞ 10 വർഷമായി ക്ലിഫ് ഹൗസിന്റെ വരാന്തകളിൽ ജീവിച്ചിരുന്ന ആ പാവ മനുഷ്യന് AC ഇല്ലാതെ, സുഖശീതളമയില്ലാതെ, ആഡംബരത്തിന്റെ അവസാന വാക്കുകളില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള തോന്നൽ, അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഈ വാടക കെട്ടിടം. കൊട്ടാര സദൃശമായിട്ടുള്ള വാടക കെട്ടിടം, മനോഹരമായ നീന്തൽക്കുളമുള്ള വാടക കെട്ടിടം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ സംവിധാനമുള്ള 5 കിടപ്പുമുറികളോട് കൂടിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു വാടക കെട്ടിടം. ഇവിടെ പ്രത്യേകം തയ്യാറാക്കിയ വാക്കിംഗ് വേ സിസ്റ്റം അടക്കമുണ്ട്. അതായത് കഴിഞ്ഞ കാലങ്ങളിലും അദ്ദേഹം ഈ 10 വർഷക്കാലം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ രാജാവിനെ പോലെ ജീവിച്ചിരുന്നത് ഇനിയും അങ്ങനെ തന്നെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ? തെറ്റല്ലായിരിക്കാം. കാരണം പാവങ്ങളുടെ പണത്തിലാണല്ലോ 10 വർഷക്കാലം ഇങ്ങനെ നീന്തി തുടിച്ചത്. ഇനിയുള്ള കാലം പ്രതിപക്ഷ നേതാവ് ഉണ്ടാക്കി വെച്ച കാശിൽ ജീവിക്കട്ടെ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാകുന്നത്, എന്തിനാണ് പ്രതിപക്ഷ നേതാവ് ആകണ്ട എന്ന് പാർട്ടിക്കാര് പലരും പറഞ്ഞിട്ടും വീണ്ടും ഇദ്ദേഹം പ്രതിപക്ഷ നേതാവാകാൻ കാത്തിരുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്തുകൊണ്ടായിരിക്കും? ഒരു മന്ത്രിയുടെ ക്യാബിനറ്റ് പദവി എന്തായാലും കിട്ടും പ്രതിപക്ഷ നേതാവ്. അത്തരത്തിലുള്ള സൗകര്യമെങ്കിലും ഒക്കെ വച്ച് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരുന്നു കൊണ്ട് ആ ക്യാബിനറ്റ് പദവിയുടെ സുഖശീതളമയിൽ ഒരു 5 വർഷം കൂടി ഇങ്ങനെ പോകാം. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ നിംസ് ഗ്രൂപ്പിൽ നിന്ന് ഈ കെട്ടിടം വാടകയ്ക്ക് എടുക്കുന്നത്. പണ്ട് ഞാൻ പറഞ്ഞല്ലോ, മനോഹരമായിട്ടുള്ള കുഞ്ഞിക്കരച്ചിലുകൾ ഉയർന്നു കേട്ടിരുന്ന ആ പഴയ വത്സല നഴ്സിംഗ് ഹോമിന്റെ ചുവരുകൾക്കുള്ളിലാണ് കഴിഞ്ഞ ദിവസം എക്സാലോജിക് സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള ഇഡിയുടെ കടുത്ത ചോദ്യശരങ്ങൾ ഉയർന്നു കേട്ടത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പുലർച്ചെ തന്നെ 3 വാഹനങ്ങളിലായിട്ട് ഇഡി സംഘം ബേക്കറി ജംഗ്ഷന്റെ ഈ വസതിയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. വീടിനുള്ളിൽ അപ്പോൾ പിണറായി വിജയനും ഭാര്യ കമലയും മകൾ വീണയും വീണയുടെ മകനും പരിശോധനയുമായി സഹകരിക്കുമ്പോൾ വരാന്തയിലും മുറ്റത്തും തോക്കേന്തിയ കേന്ദ്രസേന ജാഗ്രതയോടെ നിലയുറപ്പിച്ചു. ഇഡി സംഘമെത്തിയ വിവരമറിഞ്ഞ കനത്ത വെയിലിനെയും ഇടയ്ക്ക് പെയ്ത മഴയെയും അവഗണിച്ച് CPM നേതാക്കളും പ്രവർത്തകരും വൻതോതിൽ വസതിക്ക് മുന്നിലേക്ക് ഒഴുകിയെത്തി. ഗേറ്റ് പൂട്ടി കേന്ദ്രസേന കാവൽ നിന്നോടെ വീടിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രവർത്തകർ മുദ്രാവാക്യം വിളി ആരംഭിച്ചു. 9 മണിയോടെ CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനും B ശിവൻകുട്ടിയും അടക്കമുള്ള നേതാക്കൾ എത്തിയതോടെ അണികളിൽ പ്രതിഷേധിക്കുവാനുള്ള ഊർജവും ഏറി വന്നു എന്നുള്ളതാണ്. പൊതുജനങ്ങളും എത്തിയതോടെ
ബേക്കറി ജംഗ്ഷനിൽ ബാരിക്കേഡ് സ്ഥാപിച്ച പോലീസിന് ഈ റോഡിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായിട്ട് തടയേണ്ടി വന്നു. എങ്കിലും ഊടുവഴികളിലൂടെ ആളുകൾ എത്തിക്കൊണ്ടേയിരുന്നു. വീടിനുള്ളിൽ പിണറായിയുടെയും മകളുടെയും മൊഴിയെടുക്കുകയാണ് എന്ന വിവരം പുറത്തു വന്നതോടെ പുറത്തുനിന്ന പ്രവർത്തകർ അക്രമാസക്തരായി. അവർ ആക്രോശിച്ചുകൊണ്ട് ഗേറ്റ് തള്ളി തുറക്കാൻ ശ്രമിക്കുകയും കല്ലും കുപ്പിയും ചെരുപ്പുകളും ഒക്കെ വീടിന്റെ മുറ്റത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു. സമീപത്തെ വീടുകളുടെ മട്ടുപ്പാവിൽ പരിസരവാസികളും ഈ അമ്പരപ്പിക്കുന്ന കാഴ്ചകൾ കാണാൻ നിരന്നു നിന്നു. എന്നാൽ ഇത്രയും വലിയ കൂട്ടത്തെ നേരിടുവാനുള്ള പോലീസ് സേന പുറത്തുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇഡി സംഘം പുറത്തേക്കിറങ്ങിയാൽ ആക്രമിക്കപ്പെട്ടേക്കുമെന്ന പ്രതീതി ഉണ്ടായിരുന്നിട്ടും കൂടുതൽ പോലീസ് സേന എത്തിയില്ല എന്നത് ശ്രദ്ധേയമാണ് കേട്ടോ. ഏതാണ്ട് 8 മണിക്കൂർ നീണ്ട ഉദ്വേഗഭരിതമായിട്ടുള്ള കാത്തിരിപ്പിനൊടുവിൽ വൈകുന്നേരം 3 മണിയോടെ വസതിയുടെ മുൻവാതിൽ തുറന്നു. പുറത്ത് ആർപ്പുവിളികളും പ്രതിഷേധവും പാരമ്പര്യത്തിലെത്തിയ നിമിഷമായിരുന്നു അത്. ഗേറ്റ് കടന്ന് ഇഡിയുടെ വാഹനങ്ങൾ പുറത്തേക്കിറങ്ങിയതോടെ അക്രമാസക്തരായിട്ടുള്ള CPM പ്രവർത്തകർ വാഹനങ്ങൾക്ക് നേരെ തിരിഞ്ഞു. നിമിഷങ്ങൾക്കകം ഇഡി ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച കാറുകളുടെ മുന്നിലെയും പിന്നിലെയും ചില്ലുകൾ തകർക്കപ്പെട്ടു. തകർന്ന ഭാഗം വഴി കൈകളകത്തിട്ട് ഇഡി ഉദ്യോഗസ്ഥരെ നേരിട്ട് ആക്രമിക്കുവാനുള്ള വലിയ ശ്രമവും ഉണ്ടായി. ഈ സമയമത്രയും അക്രമികളെ തടയാൻ കാര്യമായ ഇടപെടലുകൾ ഒന്നും ഉണ്ടാകാതെ പോലീസ് ഒരു ഭാഗത്ത് നിലയുറപ്പിച്ചു. ഇഡി സംഘത്തിന്റെ വാഹനങ്ങൾ അവിടെ നിന്ന് പോയതിനു ശേഷമാണ് MV ഗോവിന്ദൻ ഉള്ളിലേക്ക് കടന്നത്. അല്പസമയത്തിനകം വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിയ പിണറായി വിജയൻ മാധ്യമങ്ങളോട് സംസാരിച്ചതോടെയാണ് ആ 8.5 മണിക്കൂർ നീണ്ട ആകാംക്ഷയ്ക്ക് താൽക്കാലികമായിട്ടുള്ള വിരാമം ഉണ്ടായത്. തൊട്ടടുത്ത ദിവസം വരെ കോടതികളിൽ നിന്നും നിയമപരിരക്ഷ തേടി സുരക്ഷിതമായിരുന്ന ഈ വാടക കൊട്ടാരത്തിന്റെ കവാടങ്ങളാണ് ഹൈക്കോടതി വിധി വന്നതോടുകൂടി ഒരൊറ്റ രാത്രി കൊണ്ട് ഇഡിക്ക് മുന്നിൽ തുറക്കപ്പെട്ടത് എന്നതാണ്. വരും ദിവസങ്ങളിലും കേരള രാഷ്ട്രീയത്തിന്റെ പ്രധാന ചർച്ചകൾ ഈ ബേക്കറി ജംഗ്ഷനിലെ വസതിയെ ചുറ്റിപ്പറ്റിയായിരിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല കേട്ടോ. കാരണം ഇഡി ഇരച്ചുകയറിയ ഒരു പ്രസവാശുപത്രി എന്ന് നമുക്ക് നാളെ പറയേണ്ടി വരും. ആ ആഡംബര വസതി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 30 സെന്റിൽ ഇങ്ങനെ വളർന്ന് പന്തലിച്ചു കിടക്കുന്ന ഈ ആഡംബര വസതിയിൽ, ചിലപ്പോൾ ക്ലിഫ് ഹൗസിനെക്കാട്ടിലും മുകളിൽ സൗകര്യങ്ങളുള്ള ആഡംബര വസതിയിൽ പണ്ടെങ്ങോ ഈ പ്രസവാശുപത്രി ആയിരുന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ പോലെ കുഞ്ഞിന്റെ നിലവിളികൾ കേട്ടുകൊണ്ടേയിരിക്കും.